കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല പ്രഭാതം. നിങ്ങൾക്കവിടെ സന്ധ്യയാണെന്നറിയാം. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ കാവൽക്കാരനോട് ചോദിച്ച നിലവാരത്തിലാണ്. കാവൽക്കാര രാത്രി എന്തായി? മറുപടി സന്ധ്യയും പ്രഭാതവും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ദൈവസ്ഥലായിരിക്കുന്നത്. ഏത് സമയത്തും കർത്താവിന് വേണ്ടി നിൽക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ അവസാന ദിവസമാണല്ലോ. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഇങ്ങനെ അവസരം ഒരുക്കിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു മായാലിൽ, തന്റെ കുടുംബം, വിശേഷാൽ പ്രിയ ഷിബിൻ, അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസഭയ്ക്കായിട്ട് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുകയും ഹൃദയംഗമായ ഞങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ വചനവുമായി ദൈവസന്നെ ഇരിക്കുന്നത് തീർച്ചയായും ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം അത് നമ്മെ ജീവിപ്പിക്കുന്നതാണ്, നമുക്ക് ചൈതന്യം വരുത്തുന്നതാണ്, നമ്മെ പരിശോധിക്കുന്നതാണ്, നമ്മെ നന്നാക്കുന്നതാണ്, നമ്മെ സൗഖ്യമാക്കുന്നതാണ്. ആ വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അല്പം ദീർഘമായ വാക്യങ്ങളുള്ള ഒരു അധ്യായമാണ്. എങ്കിലും വേഗത്തിൽ ചില ചിന്തകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 4-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് അവിടെ ഈ പൗലോസ് ഓർപ്പിക്കുന്നത്. 3 പ്രധാന കാര്യങ്ങളാണ് 4-ാം അധ്യായത്തിൽ പറയുന്നത്. ഒന്ന്, ക്രിസ്തു ജീവിതത്തിന്റെ കേന്ദ്ര വിഷയമാണ് എന്ന് 1-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ പൗലോസ് ഓർപ്പിക്കുന്നു. 8-9 വാക്യങ്ങളിൽ വിശ്വാസിയിലുള്ള ദൈവ സാന്നിധ്യത്തെ കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളില് ആവശ്യങ്ങളെ നിറവേറ്റി തരുന്ന ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളില് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലുള്ള ദൈവജനത്തെ പ്രബോധിപ്പിക്കുകയാണ്. ഐക്യതയ്ക്കും സ്നേഹത്തിനുമായുള്ള ഒരു പ്രബോധനമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അവിടെ 1-ാം വാക്യം പറയുന്നു, കർത്താവിൽ നിലനിൽപ്പി. ഏത് കാലഘട്ടത്തിലും ദൈവജനത്തോടുള്ള ദൈവത്തിന്റെ ആഹ്വാനം അതാണ്, കർത്താവിൽ നിലനിൽക്കുക. കുറെ സംബോധന വാക്കുകൾ അവിടെ പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രിയർ, വാഞ്ചിതർ, തന്റെ സന്തോഷം, തന്റെ കിരീടം, ഇതൊക്കെയാണ് ഒരു സഭയെ സംബോധന ചെയ്യാനായിട്ട് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ. എന്റെ പ്രിയർ, എന്റെ വാഞ്ചിതർ, എന്റെ സന്തോഷവും എന്റെ കിരീടവുമായുള്ളവരെ. അപ്പൊ ഒരു സഭ ഒരു ദൈവദാസന്റെ സന്തോഷമാണ്. സ്തോത്രം. മാത്രമല്ല, ഒരു സഭ ദൈവദാസന്റെ കിരീടമാണ്. ഒരു ചർച്ച ഏറ്റവും നന്നായി പോകുമ്പോൾ ആ സഭയിലുള്ള ദൈവമക്കൾ കർത്താവിനെ സ്നേഹിക്കുന്നവരായി സന്തോഷത്തോടെ മുൻപോട്ട് പോകുമ്പോൾ അത് ദൈവഭൃത്യൻ ഒരു കിരീടമാണ്. സ്തോത്രം. പ്രിയ മാത്യു പാസ്റ്റർക്കും ഒരു കിരീടം ലഭിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ചിലപ്പോഴൊക്കെ ഇത് മുൾക്കിരീടമാകാറുമുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. ദൈവത്തിന് സ്തോത്രം. പല സന്ദർഭങ്ങളിലും മുൾക്കിരീടങ്ങൾ ആകാറുണ്ട്. എങ്കിലും അതൊരു കിരീടമാണ്. ഇനി ഈ മുൾക്കിരീടം വഹിക്കുമ്പോൾ അവസാനം ഒരു കിരീടം ലഭിക്കും, തേജസ്സിന്റെ വാടാത്ത കിരീടം. അതാണ് നമ്മുടെ പ്രതീക്ഷ. ദൈവത്തിന് സ്തോത്രം. അപ്പം എത്രയും സ്നേഹമുള്ള ആളുകൾ, ഏറ്റവും അധികം കാണാൻ ആഗ്രഹിക്കുന്നവർ,
ഇതൊക്കെയാണ് ഫിലിപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. വാഞ്ചിതൻ എന്ന് പറയുമ്പോൾ വീണ്ടും കാണാനുള്ള താല്പര്യം, എത്രയും അധികം കാണാനായിട്ട് ഇങ്ങനെ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോ ഞാനവിടെ ദീർഘിപ്പിക്കുന്നില്ല. കർത്താവിലുള്ള ഒരു വ്യക്തിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് വ്യർത്ഥമല്ല. അതുകൊണ്ട് ദൈവസഭയ്ക്കകത്തേക്ക് അതിക്രമിച്ചു കിടക്കുന്ന ദുരുപദേശത്തിന്റെ ഭയത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നും ക്രിസ്തുവിനോട് ചേർന്ന് ഉറച്ചു നിൽക്കാനായിട്ട് പൗലോസ് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇനി 2-3 വാക്യങ്ങളിൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. 2 സഹോദരിമാരെ കുറിച്ച് കാണുന്നു. അവിടെ സുവിശേഷ വേല ചെയ്യുന്ന 2 സഹോദരിമാരാണ്. പേരുകൾ വളരെ നല്ല പേരാണ്. യോദ്യ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം പ്രോസ്പറസ് ജേണി എന്നാണ്. പ്രോസ്പറസ് ജേണി, ശ്രേഷ്ഠമായ യാത്ര. സുന്ദുക, പ്ലസന്റ് അക്വിറ്റൻസ്, ഹൃദ്യമായ മിത്രം എന്നാണ് സുന്ദുക എന്ന വാക്കിന്റെ അർത്ഥം. പക്ഷെ ഇവരുടെ ഒരു പ്രശ്നം, സുവിശേഷ വേല ചെയ്യുന്നവരാണ്, പക്ഷെ ഇവർ തമ്മില് ഞാനാണോ വലുത് നീയാണോ വലുത് എന്നുള്ള മത്സര മനോഭാവത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന 2 പേരാണ്. അതുകൊണ്ട് അവരോട് പൗലോസ് കൊടുക്കുന്ന ആഹ്വാനം, ഭിന്നിച്ചിരിക്കുന്നവര് ആരാധനയ്ക്ക് മുമ്പ് നിരപ്പ് പ്രാപിക്കണം എന്ന കാര്യം പൗലോസ് അവരെ ഓർപ്പിക്കുകയാണ്. അവിടെ 3 വ്യവസ്ഥകൾ കാണുന്നുണ്ട്. 1, വ്യക്തിപരമായ ഇടപെടൽ ഉണ്ടാകണം. 2 സാക്ഷികൾ തമ്മിൽ ചേർന്നുള്ള ഒരു നിരപ്പിന്റെ ശ്രമം നമുക്കവിടെ കാണാൻ കഴിയും. 3, സഭ ഒരുമിച്ച് കൂടുമ്പോഴുള്ള ഒരു രഞ്ജിപ്പ് അല്ലെങ്കിൽ ഐക്യത. ഇത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. ഇനി പൗലോസ് അവരെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യം ഉണ്ട്. അവര് ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള ക്ലെമന്ത് മുതലായവരോട് ചേർന്ന് എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടി. അപ്പം കർത്താവിന്റെ ദാസനോട് ചേർന്ന് സുവിശേഷ ഘോഷണത്തിൽ പോരാടുന്ന 2 വ്യക്തികൾ തമ്മിൽ ഭിന്നിച്ചിരിക്കുന്ന സാഹചര്യം. ഇനി 4 മുതലുള്ള വാക്യങ്ങൾ, 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളില് പ്രാർത്ഥനയ്ക്ക് ഉള്ള ഒരു വലിയ ആഹ്വാനമാണ് കാണാൻ കഴിയുന്നത്. അവിടെ പൗലോസ് പറയുന്നുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഈ സന്തോഷം ഉണ്ടെങ്കിൽ സൗമ്യത വെളിപ്പെടും. ഇതെല്ലാം ആത്മാവിന്റെ ഫലങ്ങളാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. 4-ാം വാക്യത്തിൽ സന്തോഷിക്കാൻ പറയുമ്പോൾ 5-ാം വാക്യത്തിൽ സൗമ്യതയുള്ളവരാകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇനിയും 1-ാം അധ്യായത്തിലും പൗലോസ് പറയുന്നൊരു കാര്യം, 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ തുടർമാനമായി സന്തോഷിക്കാനുള്ള ആഹ്വാനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ പറയുന്നു, ഫിലിപ്പിയ വിശ്വാസികളോട് അവര് ഭയത്തിന്റെയും സംശയത്തിന്റെയും ഒക്കെ നടുവിലാണ്, അവിടെ സന്തോഷിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. 2-ാം അധ്യായത്തില് പറയുന്നു, പ്രതികൂലമായ ലോകത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് സന്തോഷിക്കണം. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ സന്തോഷിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് സന്തോഷിക്കേണ്ടത്? സദൃശവാക്യം 17-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ആമേൻ പറയുന്നത് ഇങ്ങനെയാണ്, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്. അപ്പൊ സന്തോഷത്തോടിരുന്നാൽ ഒത്തിരി മരുന്ന് കഴിക്കുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം സന്തുഷ്ട ഹൃദയം നല്ല ഔഷധമാണ്. നെഹമ്യാവില് 8-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയിങ്കലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. ഈ സദൃശവാക്യം 17-ാം അധ്യായം 22-ാം വാക്യം ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, ഹാപ്പി ഹാർട്ട് ഈസ് എ ഗുഡ് മെഡിസിൻ
and a joyful mind causes healing, but a broken spirit dries up the bone. സന്തുഷ്ട ഹൃദയം, സന്തോഷമുള്ള ഹൃദയം ഒരു നല്ല മരുന്നാണ്. ആനന്ദമുള്ള മനസ്സ് സൗഖ്യത്തെ ഉളവാക്കുന്നു. മലയാളത്തിൽ ഒരു ഭാഗമേ ഉള്ളൂ, രണ്ടാം ഭാഗം അതിനകത്തില്ല. ആനന്ദമുള്ള മനസ്സ് സൗഖ്യമുണ്ടാക്കും. അതുകൊണ്ടാണ് ഇപ്പം മോഡേൺ മെഡിക്കൽ ഫീൽഡില് ഇവ ഈ പാട്ടിലൂടെയുള്ള തെറാപ്പിയൊക്കെ ഉണ്ട്. ആളുകളെ ഇങ്ങനെ സംഗീതം കേൾപ്പിക്കുക, വളരെ മനോഹരമായ മെലോഡിയസ് ആയിട്ടുള്ള സംഗീതങ്ങൾ ഇങ്ങനെ പ്ലേ ചെയ്ത് കേൾപ്പിച്ചിട്ട് അതിലൂടെ ആളുകളുടെ ഉള്ളിൽ ഒരു സന്തോഷവും പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ കൊണ്ടുവരുമ്പോൾ ഉളവാകുന്ന ഒരു സന്തോഷം, ഒരു സൗഖ്യം. ഇത് തീർച്ചയായിട്ടും വചനം പറയുന്നു, അങ്ങനെയാണ്, അത് സത്യമായ കാര്യമാണ്. എന്ന് വരയ്ക്കുന്നുണ്ട്. എൻ്റെ മൂത്ത മകന് 17-ാമത്തെ വയസ്സിൽ അപ്പൻഡിസൈറ്റിസ് വന്ന്, അപ്പോഴവൻ ആ 17 വയസ്സിൽ മരുന്ന് ഉപയോഗിക്കില്ല, വളരെ ഗുരുതരാവസ്ഥയിൽ ഭവനത്തിൽ കിടക്കുമ്പോൾ ഒരു പെയിൻ കില്ലർ പോലെയാണ് ഞാനോ അല്ലെങ്കിൽ അവന്റെ അമ്മയോ അവന്റെ അരികിൽ ചെന്നിട്ട് അല്പസമയം പ്രാർത്ഥിക്കും, പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആള് സുഖമായി മണിക്കൂറുകൾ കിടന്നുറങ്ങും. അപ്പോ ആനന്ദമുള്ള ഹൃദയം സൗഖ്യത്തെ കൊണ്ടുവരും. ദൈവത്തിലുള്ള സന്തോഷം നമ്മുടെ ബലമാണ്. അപ്പം നമ്മുടെ സാഹചര്യങ്ങളല്ല നമ്മെ സന്തോഷിപ്പിക്കുന്നത്, നമ്മുടെ ഭൗതിക ചുറ്റുപാടുകളല്ല നമുക്ക് സന്തോഷം തരുന്നത്. ഭൗതികമായ ചുറ്റുപാടുകളൊക്കെ നമുക്ക് വിരോധവും വിരുദ്ധവുമായി നിൽക്കുമ്പോഴും കർത്താവാണ് നമ്മുടെ സന്തോഷത്തിന്റെ ഉറവിടം. പൗലോസ് ഇത് പറയുമ്പോൾ തടവിൽ കിടക്കുകയാണ്. അപ്പോ കർത്താവിന്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ട് അവന്റെ സജീവമായ കൂട്ടായ്മയിൽ നിലനിൽക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനുമുള്ള ഒരനുഭവമായി തനിക്ക് ഇടയായിത്തീരുന്നു എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മുടെയും ജീവിതത്തിൽ എല്ലാം ശരിയായിട്ട് സന്തോഷിക്കാനായിട്ട് നമുക്ക് കഴിയുകയില്ല. വിരുദ്ധമായ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും പ്രതികൂലമായ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോഴും ഇതിന്റെ എല്ലാം നടുവിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാനായിട്ട് എന്നെയും നിങ്ങളെയും സഹായിക്കുന്നതാണ്. അങ്ങനെ ദൈവം ഒരുക്കുന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 5-ാമത്തെ വാക്യം പറയുന്നു, സൗമ്യതയുള്ളവരാകണം. ബാഹ്യലോകവുമായുള്ള ബന്ധത്തിലൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരേണ്ടുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സ്വഭാവമാണ് സൗമ്യത എന്ന് പറയുന്നത്. സൗമ്യതയെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യം കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കർത്താവിൽ സന്തോഷമുണ്ടെങ്കിൽ അതിലൂടെ സൗമ്യത വെളിപ്പെടും. നമ്മുടെ സൗമ്യത പോകുന്നത് സന്തോഷം പോകുമ്പോഴാണ്. ഇവിടെ 5 കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട് 6-ാമത്തെ വാക്യത്തിൽ. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് ചെയ്യേണ്ടുന്ന 5 കാര്യങ്ങളെ കുറിച്ച് പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. 1-ാമത്തെ കാര്യം കർത്താവിൽ സന്തോഷിക്കുക എന്നതാണ്. 2, സൗമ്യതയുള്ളവരായിരിക്കുക എന്നതാണ്. 3, ഉത്കണ്ഠയില്ലാത്തവരായി ജീവിക്കുക എന്നതാണ്. 4-ാമത്തേത് സത്യമായത്, ഘനമായത്, സൽഗുണമായത്, സൽകീർത്തിയായത്, പുകഴ്ചയായത്, രമ്യമായത്, ഇതൊക്കെ ചിന്തിക്കണം. 5-ാമത്തെ കാര്യം പൗലോസ് പറയുന്നത് എന്നോട് കണ്ടും കേട്ടും പഠിച്ചുമുള്ളത് പ്രവർത്തിക്കണം. അപ്പോ ആദ്യ 2 വാക്യങ്ങൾ 4-5 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് സന്തോഷമുള്ളവരാകണം, കർത്താവിൽ സന്തോഷിക്കണം. ജീവിത സാഹചര്യങ്ങളിൽ സന്തോഷിക്കാനല്ല. ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം,
എല്ലാവരും കൈവിട്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം, ഞെരുക്കങ്ങൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിന് നടുവിൽ സന്തോഷിക്കാനുള്ള ഒരേ ഒരു മുഖാന്തരം കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മളെ സൗമ്യതയുള്ളവരാക്കി മാറ്റും. മൂന്നാമത്തെ കാര്യമാണ് പറഞ്ഞത്, ഇല്ലാത്തവരായിട്ട് ജീവിക്കുക. സെക്യൂർ മൈൻഡഡ് ആവുക എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. 4-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താവിഷയം അത് തന്നെയാണ്. സുരക്ഷിതമായ മനസ്സുള്ളവരായിരിക്കുക. ഡു നോട്ട് ബി ആങ്ഷ്യസ്. ആകുലത, മെറിംന എന്ന മറിയാമയല്ല, മെറിംന എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഷ്യസ് എന്നുള്ളത് ഈ ആകുലതയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് മെറിംന, ഗ്രീക്ക് പദം. കർത്താവിന്റെ കരുതലിലുള്ള ആശ്രയമില്ലായ്മയും ദൈവത്തിനെതിരായ ഒരുതരം ബോധരഹിതമായ ദൈവദൂഷണവുമാണ് മെറിംന അല്ലെങ്കിൽ ആകുലത എന്ന് പറയുന്നത്. നമ്മളാരും ദൈവത്തെ ദൂഷിക്കത്തില്ല, പക്ഷെങ്കിൽ നമ്മൾ ആകുലപ്പെടുമ്പോൾ അതൊരു ബ്ലാസ്ഫമിയാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. വിചാരപ്പെടരുത് എന്ന് പൗലോസ് പറയുമ്പോൾ എന്താണ് പിന്നെ ചെയ്യേണ്ടതും കൂടെ പൗലോസ് പറയുന്നുണ്ട്. ബട്ട് ഇൻ എവറിഥിങ് പ്രയർ, ബ്രിങ് യുവർ മാറ്റേഴ്സ് ടു ഗോഡ് ഇൻ പ്രയർ ആൻഡ് പെറ്റീഷൻ. പ്രാർത്ഥനയുടെ സാധ്യത, പ്രാർത്ഥനയുടെ യാഥാർത്ഥ്യം, ഇത് രണ്ടും വിചാരപ്പെടരുത് എന്ന പൗലോസിന്റെ പ്രബോധനത്തിലുള്ള ന്യായം വെളിപ്പെടുത്തുന്നതാണ്. നമ്മുടെ എല്ലാ നിരാശകളും, സങ്കീർത്തനത്തിൽ 62-ലാണെന്നാണ് എൻ്റെ ഓർമ്മ, അവിടെ കാണുന്നു, ജനമേ എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ. ഹൃദയം പകരുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ദുഃഖം, ചിന്ത, ഭാരം, പാപം, ആഗ്രഹം, ഇതെല്ലാം ദൈവസന്നിധിയിൽ തുറന്നു പറയുന്നതിനുള്ള ഒരു അനുഭവത്തിനാണ് ഈ ഹൃദയം പകരുക എന്ന് പറയുന്നത്. നമ്മുടെ ഉത്കണ്ഠകൾ, നമ്മുടെ ജീവിതത്തില് ആ പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ നടുവില് ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു വലിയ ആഹ്വാനം. ഞങ്ങളുടെ മകന് ആദ്യമായി ഞങ്ങളുടെ മരുമകൾ പ്രഗ്നന്റ് ആയിട്ട് ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഡോക്ടേഴ്സ് പറഞ്ഞു 4 മാസത്തിലധികം ഇത് മുമ്പോട്ട് പോകുകയില്ല, വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. 4-ാം മാസം ആയപ്പോൾ കുഞ്ഞ് നഷ്ടപ്പെട്ടു. ഞങ്ങള് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ കുഞ്ഞിനെ കണ്ടു. എൻ്റെ മകൻ എന്നെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇനി സുവിശേഷ വേല ചെയ്യില്ല. അന്ന് വൈകിട്ട് അവന് മറ്റൊരു സ്ഥലത്ത് പ്രസംഗിക്കേണ്ടതുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, ദൈവസന്നിധിയിൽ നിന്ന് നന്മയും തിന്മയും ഒരുപോലെ കൈക്കൊള്ളേണ്ടവരാണ് നമ്മള്. കർത്താവ് നന്മ മാത്രം ചെയ്യുന്നവനാണ്. തിന്മയായി നമുക്ക് ഭവിച്ചാലും തോന്നിയാലും അതിനകത്തൊരു നന്മയുണ്ട്. അതുകൊണ്ട് നീ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കണം എന്ന് പറയുവാനായിട്ടിടയായി. പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് വരാം. ഉത്കണ്ഠ ഉളവാക്കുന്ന അനുഭവങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ അതിനെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ നമ്മൾ മനസ്സ് കാണിക്കുമ്പോൾ നമ്മുടെ ആകുലതകൾ മാറും. അതിലൂടെ അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഉത്കണ്ഠയില്ലാതെ ജീവിക്കാനുള്ള 3 കണ്ടീഷൻസ് ഇവിടെ പൗലോസ് പറയുന്നുണ്ട്. ഒന്ന്, റൈറ്റ് പ്രയർ, ശരിയായ പ്രാർത്ഥന. ഈ പ്രാർത്ഥന എന്നുള്ളതിന് 3 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പദം പ്രാർത്ഥന, പ്രോസ്കുനെ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആരാധന എന്നാണ് അവിടെ അതിന് ശരിയായ അർത്ഥം. പ്രതിസന്ധികളുടെ നടുവില് ഏകാന്തമായി, ഏകരായി മാറിയിരുന്നിട്ട് ദൈവത്തെ ധ്യാനിക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന അനുഭവമാണത്. നമ്മുടെ ബലഹീനതയെക്കുറിച്ചും ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചും മനസ്സിലാക്കാനായിട്ട്
ഈ ധ്യാനത്തിനും ആരാധനയ്ക്കും കഴിയും എന്ന കാര്യം മനസ്സിലാക്കുക. So whenever you are in worry, retreat to God and meditate upon His greatness and glory. രണ്ടാമത്തെ പദം പെറ്റീഷൻ. പെറ്റീഷൻ എന്ന വാക്കിന്റെ അർത്ഥം ഡീസിസ് എന്ന ഗ്രീക്ക് പദമാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഏണസ്റ്റ് ഷെയറിംഗ് ഓഫ് അവർ നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങളെ ആവശ്യബോധത്തോടെ താല്പര്യത്തോടെ ദൈവത്തിന് പങ്കുവയ്ക്കുന്നതാണ് ഈ പെറ്റീഷൻ അല്ലെങ്കിൽ സപ്ലിക്കേഷൻ എന്ന വാക്കിന്റെ അർത്ഥം. അത് നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ ഒരു പ്രാർത്ഥന ഏലിയാവിന്റെ പ്രാർത്ഥനയാണ്. സ്തോത്രം. ദൈവം, ഞാൻ നിന്റെ ദാസനെന്നും ഈ ചെയ്തതൊക്കെയും അങ്ങനെ ഹിതപ്രകാരം ചെയ്തുവെന്നും ഈ ജനം അറിയേണ്ടതിന് ദൈവത്തോട് പറയുകയാണ്, ദൈവം എനിക്ക് മറുപടി തരണം. ദൈവത്തിന് സ്തോത്രം. അതിനേക്കാൾ മനോഹരമായ ഒരു പ്രാർത്ഥന യേശുവിന്റെ ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്നുകൊണ്ടുള്ള യേശുവിന്റെ പ്രാർത്ഥനയാണ്. താങ്ക് യു ഫാദർ ഫോർ ഹിയറിംഗ് മൈ പ്രയർ. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം എന്ന് പറയുമ്പോൾ അസാധാരണമായ അത്ഭുതങ്ങളുടെ കളമൊരുങ്ങുകയാണ്. ആവശ്യബോധത്തോടെ താല്പര്യത്തോടെ ദൈവം മുമ്പാകെ ആവശ്യങ്ങളെ സമർപ്പിക്കുമ്പോൾ ഇന്ന് ആമേൻ സന്ധിയിൽ ഞാൻ ദൈവമക്കളോട് പറയാം, ആമേൻ അസാധാരണമായ അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എത്ര നാൾ പ്രാർത്ഥിക്കണം അറിയില്ല. മറുപടി ലഭിക്കുവോളം ദൈവസന്നിധി പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. ഒരിക്കലും വെറുവെറുക്കരുത്, ഒരിക്കലും നിരാശപ്പെടരുത്. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് ആമേൻ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലെങ്കിലും ഇത് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയാം, ആമേൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നിർത്തരുത്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് നിർത്തരുത്. മറുപടി ലഭിക്കുവോളം കർത്താവിൽ ആശ്രയിക്കുവാനായിട്ട് നമ്മൾ മനസ്സ് കാണിക്കുക. മൂന്നാമത്തെ കാര്യം താങ്ക്സ് ഗിവിംഗ് ആണ്, ദൈവത്തിന് നന്ദി പറയുക. ശരിയായ പ്രാർത്ഥനയിൽ ഒരു നന്ദി പറച്ചിൽ ആവശ്യമാണ്. ആ നന്ദി പറച്ചിലിനകത്തൊരു വിശ്വാസമുണ്ട്. സ്തോത്രം. മനസ്സിന്റെ ചതിക്കുഴികളിൽ നമ്മളെ രക്ഷിക്കാനായിട്ട് താങ്ക്സ് ഗിവിങ്ങിന് കഴിയും. പ്രതിസന്ധികളുടെ നടുവിൽ ഇന്നലകളിൽ ദൈവം ചെയ്ത നന്മകൾ ഓർത്ത്, നാം അനുഭവിച്ച കരുണയോർത്ത്, കൃപയോർത്ത് ദൈവത്തിന് നന്ദി പറയണം. നന്ദിയില്ലാത്ത മനസ്സെന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ആവശ്യങ്ങളെ അതിരു കഴിഞ്ഞ് താല്പര്യപ്പെടുന്നതും ഇന്നലകളിൽ ദൈവം കാണിച്ച കൃപകളെ മറന്നു കളയുന്നതുമാണ്. മാത്രമല്ല, ഇത് നന്ദിയില്ലായ്മ നമ്മേക്കാൾ ഭാഗ്യഹീനരായ ആളുകളുടെ ആവശ്യങ്ങളെ ഗൗനിക്കാതിരിക്കുന്നതും ആയ ഒരു കാര്യമാണ് നന്ദിയില്ലാത്ത മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ശരിയായ പ്രാർത്ഥന എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ സെമിനാരിയിൽ വന്നിട്ട് ഞാൻ ആദ്യമായി ഒരു സ്ഥലത്ത് മീറ്റിങ്ങിനായി കടന്നു പോകുമ്പോൾ എന്നെ ഒരു ദൈവദാസൻ മീറ്റിങ്ങിന് ക്ഷണിച്ചു. അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് എല്ലാവരും ശനിയാഴ്ച ദിവസം പുറത്തു പോകുന്ന ശീലമുണ്ട്. ഞാൻ എൻ്റെ റൂമിൽ വന്ന് എൻ്റെ പെട്ടി പരിശോധിച്ചു. പുറത്തു പോയാൽ അന്നൊരു ചായക്ക് 50 പൈസയേ ഉള്ളൂ. 1 രൂപയാണ് അന്നത്തെ ഒരു ചായയുടെ വില. ഒരു ബോണ്ടയ്ക്ക് 50 പൈസയാണ്. ഞാന് റൂമിൽ വന്ന് എൻ്റെ പെട്ടിയൊക്കെ പരിശോധിച്ചു. 2 രൂപ, ആകെ അവസാനവും ഉണ്ടായിരുന്ന 2 രൂപ എൻ്റെ കയ്യിൽ ലഭിച്ചു. ഈ 2 രൂപ കയ്യിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. 2 രൂപയും കൊണ്ട് അന്ന് ഞാൻ പുറത്തു പോയാൽ പിറ്റേന്ന് ഞായറാഴ്ച സ്തോത്രകാഴ്ച ഇടുന്നതായി അഭിനയിക്കേണ്ടി വരും. സ്തോത്രാഴ്ച ഇടാൻ പറ്റില്ല, ആകെയുള്ള പൈസ അതാണ്. കുറെ നേരം ആലോചിച്ചു. അവസാനം ചായയും ബോണ്ടയും വേണ്ടെന്ന് വെച്ചിട്ട് 2 രൂപ ഞാൻ സൂക്ഷിച്ചു വെച്ചു, പിറ്റേന്ന് സ്തോത്രാഴ്ച ഇടാൻ. അപ്പോൾ തന്നെ പിറ്റേ ദിവസം എനിക്ക് മറ്റൊരു സ്ഥലത്ത് പ്രസംഗിക്കുവാനായിട്ട് ക്ഷണമുണ്ട്. പക്ഷെ പോകാൻ വണ്ടിക്കൂലിയില്ല. എങ്കിലും ഞാൻ ബൈബിൾ സ്കൂളിലെ ബദനി ഡോർമെട്രിയിലെ ഷിബിനറിയാം, അവിടെ ഒരു ക്ലാസ് റൂം ഉണ്ട്, ഞങ്ങളുടെ ക്ലാസ് റൂം. അവിടെ ചെന്നിരുന്ന്
ഞാൻ ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്ത മെസ്സേജ് ഈ വാക്യങ്ങളിൽ നിന്നുള്ള മെസ്സേജ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് പ്രസംഗം തയ്യാറാക്കുമ്പോൾ 2 രൂപയുമായിട്ട് ഞാനിരുന്ന് കരഞ്ഞിട്ടാണ് വന്ന് പ്രസംഗം ഉണ്ടാക്കുന്നത്. ഞാന് എന്റെ കട്ടിൽ കമന്നു കിടന്ന് മണിക്കൂറുകൾ കരഞ്ഞ് ഉറങ്ങി. നിങ്ങൾക്കറിയണോ, ഞാൻ ഈ മെസ്സേജ് തയ്യാറാക്കുമ്പോൾ ഞാൻ അറിയുന്നില്ല, ഞാൻ കരഞ്ഞ് ഉറങ്ങിയപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ വന്ന് എന്നെ വിളിച്ചു. ആരോ എന്നെ വിളിക്കുന്നതായി എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ കണ്ണു തുറന്നില്ല, കാരണം ഞാൻ എഴുന്നേറ്റാൽ ഞാൻ കരയുകയായിരുന്നെന്ന് അവൻ മനസ്സിലാക്കും. അതുകൊണ്ട് കണ്ണിറുക്കി അടച്ച് അങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹം വന്നു, എന്നെ കുറെ വിളിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഞാന് രാത്രിയിൽ ഒരു 10 മണിക്ക് ശേഷം എന്റെ ക്ലാസ് റൂമിൽ ഇരുന്ന് മെസ്സേജ് ഉണ്ടാക്കിയാണ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. കാര്യമായ മെസ്സേജ് പ്രിപ്പയർ ചെയ്തു. തീർന്നു കഴിഞ്ഞ ഉടനെ ഉച്ചയ്ക്ക് എന്നെ വിളിച്ച സഹോദരൻ വന്ന് എന്നെ വിളിച്ചു, തോമസേ, ഞാൻ നിന്നെ കുറെ വിളിച്ചു, നീ നല്ല ഉറക്കമായിരുന്നു, നിന്റെ തലവണയുടെ അടിയിൽ ഞാൻ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അത് നിനക്ക് ഉപയോഗിക്കാം. ഞാന് അവിടെ തന്നെ ഇരുന്നു, എഴുന്നേറ്റ് പോയില്ല. അദ്ദേഹം അത് പറഞ്ഞിട്ട് തന്റെ റൂമിൽ പോയി കിടന്നുറങ്ങി. അദ്ദേഹം ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയപ്പോ ഞാൻ റൂമിൽ ചെന്ന് എന്റെ തലവണ ഉയർത്തി നോക്കുമ്പോൾ 20 രൂപയുടെ ഒരു നോട്ടുണ്ട്. 2 രൂപ കർത്താവിന് വേണ്ടി കൊടുക്കാൻ ഞാൻ മാറ്റിവെച്ചപ്പോ മിനിറ്റുകൾക്കുള്ളിൽ അതിന്റെ 10 മടങ്ങ് കർത്താവ് എനിക്ക് തന്നു. അപ്പൊ എനിക്ക് പിറ്റേന്ന് മീറ്റിങ്ങിന് പോകാൻ പെർമിഷൻ ഉള്ളത് കൊണ്ട് ഞാൻ കടന്നുപോയി. പിറ്റേ ദിവസം ഇതേ വചനം ദിവസനെ പ്രസംഗിച്ചു. ഈ അനുഭവം കൂടെ ഞാൻ പറഞ്ഞു. എന്റെ സ്നേഹിതനായ ദേവദാസൻ, അദ്ദേഹം എന്നെ ഭവനത്തിൽ കൊണ്ടുപോയി. സ്തോത്രം. അന്നൊക്കെ ഒരു ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥി ഒരു സഭയിൽ ശുശ്രൂഷയ്ക്ക് എന്നാൽ മാക്സിമം കൊടുക്കുന്നത് 10 രൂപയാണ്. ഞാൻ പോരുമ്പോ എനിക്ക് അദ്ദേഹം തന്നത് എത്രയാണെന്ന് കൃത്യമായ ഓർമ്മയില്ല. എന്നാലും ഞാൻ സ്പെയർ ചെയ്തതിന്റെ 100 മടങ്ങിനപ്പുറം ആ ദൈവദാസൻ എന്റെ കയ്യിൽ തന്നു. പറഞ്ഞത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിലും കരുതാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അത് പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ നിരാശപ്പെടുത്തുന്ന ഏത് വിഷയത്തിലും ദൈവത്തിന്റെ കരുതലുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയണം. അവിടെ പറയുന്നു, ഇരുമനസ്സുള്ളവന് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. ഏകാഗ്ര മനസ്സുള്ളവരായ ദൈവത്തോട് പ്രാർത്ഥിക്കാനായി 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വീണ്ടും പൗലോസ് ഇവിടെ ആവർത്തിക്കുകയാണ്. 2ാമത്തെ കാര്യം ശരിയായ ചിന്തകളാണ്. നമ്മുടെ എല്ലിനെ സ്കാൻ ചെയ്യുന്ന സ്കാനിങ് മെഷീൻസ് ഉണ്ട്, നെർവുകളെ സ്കാൻ ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്, ബ്രെയിൻ സ്കാൻ ചെയ്യുന്നുണ്ട്, ഹാർട്ടിനെ സ്കാൻ ചെയ്യാം, ആന്തരിക അവയവങ്ങളെയൊക്കെ ഇഴകീറി പരിശോധിക്കുന്ന സ്കാനിങ് മെഷീൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ചിന്തകളെ സ്കാൻ ചെയ്യുന്ന ഒരു മെഷീൻ കണ്ടുപിടിച്ചാൽ ഓരോ സമയങ്ങളും നമ്മൾ ചിന്തിക്കുന്നത് സ്കാൻ ചെയ്താൽ വലിയ പാടായിരിക്കും. ഇവിടെ പൗലോസ് പറയുകയാണ്, ഉത്കണ്ഠയില്ലാതെ ആകുലതയില്ലാതെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ശരിയായ ചിന്തകൾ ആവശ്യമാണ്. ഇത് പൗലോസ് പറയുന്നു, സത്യമായത് ചിന്തിക്കണം. പിശാച് നമ്മളോട് കള്ളം പറയുമ്പം നമ്മുടെ ചിന്ത സത്യമായിരിക്കണം. എന്താ സത്യം? ദൈവത്തിന്റെ വചനമാണ് സത്യം. പിശാചിന്റെ കള്ളങ്ങളെ പ്രതിരോധിക്കാൻ സത്യവചനത്തെ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയാകും. ഹോണസ്റ്റ് ആൻഡ് ജസ്റ്റ്, നീതിയായത് ചിന്തിക്കണം, ബഹുമാനയോഗ്യമായത് ചിന്തിക്കണമെന്നാണ് ഒരു പരിഭാഷയിൽ പറയുന്നത്. മാന്യമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കരുത് എന്ന്. പ്രസാദകരമായത്, ആകർഷണീയമായതൊക്കെ ചിന്തിക്കണം എന്നാണ് അവിടെ പറയുന്നത്. പ്യുവർ എന്നാണ് അടുത്തത്. ധാർമ്മികമായ ശുദ്ധിയുള്ളത് നമ്മുടെ ചിന്തയിൽ നിൽക്കണം. അടുത്ത് പറയുന്നത് ലവ്ലി, ഭംഗിയുള്ളത്, ആകർഷണീയമായത് ചിന്തിക്കണം.
എക്സലന്റ് ആൻഡ് പ്രൈസ് വർത്തി. നിങ്ങളുടെ സ്തുതി മനോഹരമായിരിക്കണം. സ്തുതി മനോഹരവും ഉചിതവും തന്നെ എന്ന് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ അംഗീകാരം ലഭിക്കാത്ത കാര്യങ്ങളെ ചിന്തിക്കാതിരിക്കുക എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. മൂന്നാമത്തെ കാര്യം റൈറ്റ് ലിവിങ്, ഉത്കണ്ഠയില്ലാതെ ജീവിക്കാൻ, ശരിയായി ജീവിക്കുക എന്നതാണ്. പരീക്ഷന്മാരും ശാസ്ത്രിമാരും അവരെ കുറിച്ച് പറഞ്ഞ വചനത്തെ കുറിച്ച് അവർ അജ്ഞതയുള്ളവരാണ്. വചനം ഇഴകീറി പരിശോധിക്കുമ്പോഴും വചനം അനുസരിക്കാനായിട്ട് അവർ പരാജയപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ മലയാളികളാണ് വചനം ഇഴകീറി പരിശോധിക്കുന്നത്. നമ്മൾ വചനം പറയുന്ന പോലെ വേറെ ആരും പറയില്ല. പക്ഷെങ്കിൽ നമ്മൾ പറയുന്ന വചനപ്രകാരം ജീവിക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. ഇനി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം ഇറ്റ്സ് എ പീസ് ചാപ്റ്റർ, സമാധാനത്തിന്റെ അധ്യായമാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം ഒരു യുദ്ധത്തിന്റെ അധ്യായമാണെങ്കിൽ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം ഒരു സന്തോഷത്തിന്റെ അധ്യായമാണ്. ശരിയായ പ്രാർത്ഥന, ശരിയായ ചിന്തകൾ, യോഗ്യമായ ജീവിതം, ഇവ നമ്മുടെ ജീവിതത്തിൽ സമാധാനം വരുത്തുന്ന കാര്യങ്ങളാണ്. എവിടുന്നാണ് യുദ്ധം ഉണ്ടാകുന്നത്? തെറ്റായ പ്രാർത്ഥന, തെറ്റായ ചിന്തകൾ, തെറ്റായ ജീവിതം. യാക്കോബിന്റെ ലേഖനത്തിൽ ഞാൻ പറയുന്നു 3:8, 3-4-8 ഈ വാക്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇനി 4-ാം അധ്യായത്തിന്റെ 10 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ സമയമായോ ആയി വരും. താൻ സംതൃപ്തനാണ് എന്ന് ഓർപ്പിക്കുകയാണ്. എന്നിട്ട് ആ സംതൃപ്തിയുടെ രഹസ്യം എന്താണ് എന്നും കൂടെ ഫിലിപ്പിയിലെ ദൈവമക്കളെ താൻ ഓർപ്പിക്കുകയാണ്. അദ്ദേഹം ഫിലിപ്പിനോട് പറയുന്നൊരു കാര്യം, നിങ്ങള് കാര്യവിചാരകത്വത്തിൽ ഉത്തമ മാതൃകയാണ് എന്ന് അവരെ ഓർപ്പിക്കുന്നു. സംതൃപ്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു വരദാനമാണ്. നമുക്കറിയാം തൃഷ്ണകൾ, ആഗ്രഹങ്ങൾ. ഈ നമ്മള് 3-ാം അധ്യായം വായിച്ചപ്പോൾ അവിടെ അവരുടെ ദൈവം വയറ് എന്ന് വായിച്ചു. അവരുടെ ദൈവം വയറ് എന്നല്ല, അവരുടെ ദൈവം വിശപ്പ് എന്നാണ്. തൃഷ്ണ, ആഗ്രഹം, ആർത്തി, ഇത് നമ്മളെ അസംതൃപ്തരാക്കുമ്പോ ലഭ്യമായ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തോട് ചേർന്ന് കർത്താവിൽ സന്തോഷിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് നല്ലത് ചിന്തിച്ച് നല്ലത് പ്രവർത്തിക്കുമ്പോൾ സംതൃപ്തിയോടെ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയും. ദൈവമക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം അതാണ്, ഈ ഭൂമിയിൽ സംതൃപ്തരാകുക. മറ്റൊന്നും നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ വരം, വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്, പുത്രനെ കിട്ടി എന്നുള്ളതാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്നൊരു ചോദ്യം അവിടെ ഉയർത്തുന്നുണ്ട്. ഇഫ് യു ഹാവ് റിസീവ്ഡ് ക്രൈസ്റ്റ് യു വിൽ റിസീവ് എവറിഥിങ് യു പ്രേ. നിങ്ങൾക്ക് ക്രിസ്തുവിനെ കിട്ടിയെങ്കിൽ ക്രിസ്തുവിനെ ലഭിച്ചവന് പ്രാർത്ഥിക്കുന്നത് എന്തും ഉത്തരവുണ്ട്. കാരണം പാപികളും ദോഷികളും വളരാത്തവരുമായ നമുക്ക് വേണ്ടി പാപമില്ലാത്ത പുത്രനെ യാഗമായി തന്നെങ്കിൽ പുത്രനോളം വലുതല്ല നമ്മുടെ ഒരു പ്രാർത്ഥനാ വിഷയം. യേശുവിനോളം വലുതല്ല നിന്റെ ഒരു ഭൗതികമായ ആവശ്യം. യേശുവിനോളം വലുതല്ല ഇപ്പോൾ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളുടെ വിഷയങ്ങൾ. കർത്താവിനോളം വലുതല്ല. അതുകൊണ്ട് കർത്താവിനെ കിട്ടിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു. കർത്താവിനെ തന്നവൻ നീ ചോദിക്കുന്നത് തരാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് സംതൃപ്തിയോടെ ദൈവസന്നിധിയിൽ ജീവിക്കുക. ഇവിടെ പൗലോസ് 4-ാം അധ്യായത്തിൽ പറയുന്നു,
വി ആർ ദ സ്റ്റുവാർഡ്സ് ഓഫ് മണി. ധനത്തിന്റെ കാര്യവിചാരകത്വം നടത്തുന്നവരാണ്. 11-ാമത്തെ വാക്യത്തില് പൗലോസ് പറയുകയാണ്, ഐ ഹാവ് ലേൺഡ് ബൈ നൗ ടു ബി ക്വൈറ്റ് കണ്ടന്റ് വാട്ട് എവർ മൈ സർക്കംസ്റ്റാൻസസ്. I am just as happy with a little as with much. With much as with little. I have found the recipe for being happy, whether full or hungry, hands full or empty. Whatever I have, wherever I am, I can make it through anything in the one who makes me who I am. ഞാൻ മറ്റൊരു പരിഭാഷയാണ് വായിച്ചത്. എത്ര മനോഹരമാണ് അതെന്ന് നോക്കി. എന്നെ ഏത് ജീവിത സാഹചര്യങ്ങളിലും സംതൃപ്തിയോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അല്പത്തിലും അധികത്തിലും സന്തോഷിക്കാൻ. എന്റെ കയ്യിൽ ധാരാളം ഉള്ളപ്പോഴും ഒന്നുമില്ലാത്തപ്പോഴും സന്തോഷിക്കാൻ, സംതൃപ്തിയോടിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. I have found the recipe for being happy. സന്തോഷമായിരിക്കാനുള്ള റെസിപ്പി ഞാൻ കണ്ടുപിടിച്ചു. നിറവിന്റെ അനുഭവത്തിലും വിശന്നിരിക്കുമ്പോഴും, കയ്യിലെല്ലാം ഉള്ളപ്പോഴും കയ്യിലൊന്നുമില്ലാത്തപ്പോഴും സംതൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പൗലോസ് പറയുന്നു. അദ്ദേഹം പറയുകയാണ്, വാട്ട് എവർ ഐ ഹാവ്, എനിക്ക് എന്തുണ്ടെങ്കിലും, ഞാൻ ആരാണെങ്കിലും, ഞാൻ എവിടെയാണെങ്കിലും, എന്നെ ഞാനാക്കിയ ദൈവത്താൽ സംതൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ ഞാൻ പറയാം, എനിക്ക് എന്തുണ്ടെങ്കിലും, ഞാൻ എവിടെയാണെങ്കിലും, എന്നെ ഞാനാക്കിയൊരു ദൈവമുണ്ട്. എന്നെ ഞാനാക്കിയ ദൈവത്തിലൂടെ, ആ ദൈവത്തിലുള്ള ആശ്രയത്തിലൂടെ എനിക്ക് സംതൃപ്തിയോടിരിക്കുവാനായിട്ട് കഴിയും. ദൈവമക്കളെ, നമ്മുടെ സാഹചര്യം എന്തുമാകട്ടെ, നമ്മളായിരിക്കുന്ന സ്ഥലം നല്ലതോ ചീത്തയോ ആകട്ടെ, മീൻസ് പൗലോസ് പറയുമ്പോൾ താൻ ജയിലിലാണ്, സ്വാതന്ത്ര്യമുള്ളതോ അല്ലാത്തതോ ആയ സാഹചര്യങ്ങളിൽ ഇരിക്കുമ്പോഴും നമ്മളാക്കിയൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ അനുഗ്രഹത്തോടെ നടത്താൻ കഴിയുന്ന ദൈവമാണ്. എന്താണ് വിശ്വാസം? ദൈവത്തിന്റെ കരുതലിനെ കാണാൻ കഴിയുന്നതാണ് വിശ്വാസം. വിശ്വാസമാണ് നമ്മൾ സംതൃപ്തി ഉണ്ടാക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളുടെ പൂർത്തീകരണത്തിനായി ദൈവത്താൽ മുൻകൂട്ടി ഒരുക്കപ്പെടുന്നതാണ് കരുതൽ എന്ന് പറയുന്നത്. ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാൽ ആ സാഹചര്യങ്ങളെല്ലാം ദൈവത്തിന്റെ പദ്ധതിക്കായി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, ലൈഫ് ഈസ് നോട്ട് എ സീരീസ് ഓഫ് ആക്സിഡൻസ്, ബട്ട് ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് അപ്പോയിന്റ്മെന്റ്സ്. യാദൃച്ഛികതകളുടെ പരമ്പരയല്ല ജീവിതം എന്ന് പറയുന്നത്. ദൈവിക നിയോഗങ്ങളുടെ പരമ്പരയാണ് ലൈഫ് എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മൾ എത്തിപ്പെട്ട സാഹചര്യങ്ങളൊന്നും യാദൃച്ഛികങ്ങളല്ല, അത് ദൈവത്തിന്റെ നിയോഗങ്ങളാണ്. അതിലൂടെ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് ദൈവം നമ്മളെ എത്തിക്കുകയാണ്. പൗലോസ് തന്റെ ഭൗതിക സാഹചര്യങ്ങളോട് നിസ്സംഗനായിട്ടിരുന്നിട്ട് ആഴമായ ദൈവിക സമാധാനം അനുഭവിക്കുവാനായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉത്കണ്ഠാരഹിതമായ ജീവിതവും സംതൃപ്തമുള്ള ജീവിതവും രണ്ട് കാര്യങ്ങളെ കൊണ്ടുവരുന്നു. ഒന്ന്, നമ്മൾ ആ 4-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ രണ്ട് കാര്യം. ദൈവിക സമാധാനം നമ്മെ ഭരിക്കും.
സമാധാനത്തിന്റെ ദൈവം നമ്മളെ കാക്കും. ദൈവത്തിന് സ്തോത്രം. അസംതൃപ്തികളെ മാറ്റിവെച്ച്, പരാതികളും പരിഭവങ്ങളും മാറ്റിവെച്ച്, ആകുലതകളും ഉത്കണ്ഠകളും മാറ്റിവെച്ചിട്ട്, എല്ലാ ജീവിത സാഹചര്യങ്ങളിലും എന്നെ ഞാനാക്കിയൊരു ദൈവമുണ്ടെന്നും ആ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവനാണെന്നുമുള്ള ആഴമേറിയ ബോധ്യത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സമയം കഴിഞ്ഞത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആമേൻ. താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവിടെ 15 മുതലുള്ള വാക്യത്തില് സുവിശേഷ വേലയിൽ ദൈവസഭയ്ക്കുള്ള ഫെലോഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അത് പറയാതെ ഞാൻ നിർത്തിയാൽ അതൊരു നീതികേടാകും എന്നതുകൊണ്ട് ആമേൻ ഞാനത് 5 മിനിറ്റ് കൂടെ എടുത്ത് പറയുകയാണ്, ദൈവദാസന്റെ അനുമതിയോടുകൂടെ. സുവിശേഷ ഭാഷണത്തിൽ ദൈവസഭയ്ക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് ഏറ്റവും ഭംഗിയായി നിവർത്തിച്ച ഒരു സഭയാണ് ഫിലിപ്പിയ സഭ. 15-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, 14-ാം വാക്യം, എങ്കിലും എന്റെ കഷ്ടത, പൗലോസ് 13-ാം വാക്യത്തിൽ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. എന്നാ 14 പറയുന്നു, എങ്കിലും ദൈവം എന്നെ ശക്തീകരിക്കും, എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയ സഭ പൗലോസ് പറയാണ് 15-ാം വാക്യത്തില്, നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ ഗിവിങ്ങിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഫിലിപ്പിയ സഭ കൊടുക്കുന്ന സഭയായിരുന്നു. നമ്മുടെ ആളുകളുടെ ഒരു ധാരണയുണ്ട്, പാസ്റ്റർക്ക് എന്തിനാ പൈസ, അല്ലെ? പാസ്റ്റർക്ക് വേണ്ടിയല്ല നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. ഞാന് 800 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയ ഒരാളാണ്. ജോലി മീൻസ് സെമിനാരി പഠിപ്പിക്കാൻ തുടങ്ങി. അന്ന് ക്യാഷ് ആയിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. ആ 800 രൂപ കൊണ്ടുവന്ന്, അന്ന് എന്റെ മൂത്ത മകനേ ഉള്ളൂ, അവനെയും വിളിച്ച് എന്റെ വൈഫിനെയും വിളിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എന്റെ വൈഫിന്റെ കയ്യിൽ ഈ പണം ഞാൻ കൊടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, ദൈവം നൽകിയ നല്ല ദാനത്തിന്. എന്നിട്ട് ആദ്യം മാറ്റുന്നത് 1000 രൂപ ദശാംശം മാറ്റും. 100 രൂപ, തെറ്റിപ്പോയി, 100 രൂപ. അന്നും ഇന്നും എനിക്ക് ലഭിക്കുന്ന നന്മയുടെ ദശാംശം മാറ്റിയിട്ട് ബാക്കിയുള്ളതേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. എല്ലാം കഴിഞ്ഞ് ബാക്കിയുണ്ടേ ദശാംശം കൊടുക്കുകയല്ല. നമ്മുടെ ആളുകളുടെ രീതി ഒരു കവറിന്റെ മുകളിൽ ദശാംശം എന്ന് എഴുതിയിട്ട് 500 രൂപ കൊണ്ടുവന്നിടും. നാട്ടിലെ കണക്കാ പറയുന്നത്, അവിടുത്തെ അല്ല. ദൈവങ്ങളെ അങ്ങനെയല്ല കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടത്. ഗിവ് ദ ബെസ്റ്റ്, ഗിവ് ദ ഫസ്റ്റ്. കർത്താവിന്റെ വേലയിൽ ഞാന് 2017 ചർച്ച തുടങ്ങുമ്പോ ഷിബിനായിരുന്നു ഞങ്ങളുടെ പാസ്റ്റർ. ദൈവസന്നിധിയില് സന്തോഷത്തോടെ ഞാൻ പറയാം, ഒന്നുമില്ലാത്ത സമയത്തും വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിൽക്കാൻ ഞങ്ങളെ ദൈവം സഹായിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിന് വേണ്ടി കൊടുക്കണം. നിങ്ങളുടെ നന്മയുടെ കൃത്യം 10-1 കൊടുക്കാൻ പ്രമാണം ഇല്ലാന്ന് ആരെങ്കിലും, ദശാംശം പുതിയ ഉപദേശം അല്ലെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഞാൻ അതിനെ എഗ്രി ചെയ്യുന്നു. പക്ഷെങ്കിൽ ഉപദേശം ഓഹരിയാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഓഹരി എന്ന് പറയുന്നത് ഒരു വീട്ടിൽ 2 പേരെ ഉള്ളെങ്കിൽ 3-1 കർത്താവിന് വേണ്ടി കൊടുക്കണം. അതാണ് ഓഹരി. ഓഹരി തുല്യമായിരിക്കണം. എണ്ണം +1, വരുമാനത്തെ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണത്തിനോട് ഒന്നുകൂടെ കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന തുക എന്താണോ അത് മുഴുവൻ കർത്താവിനുള്ളതാ. വരവ് ചെലവ് കാര്യത്തിൽ ദൈവസഭ കൂട്ടായ്മ കാണിക്കണം. എങ്കിലേ സുവിശേഷ വേല നന്നായി നടക്കുകയുള്ളൂ. ഞാന് സെമിനാരിയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായതുകൊണ്ട്
അതിനൊരു കാര്യങ്ങൾ കൂടെ പറയാം. ഇവരോടൊക്കെ ഞാൻ വളരെ കർശനമായി പറയുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ നിന്ന് 100 രൂപ തന്നാലും 10 രൂപ ദശാംശം മാറ്റണമെന്ന് ഞാൻ പറയുന്ന ആളാ. ഈ വർഷം പഠിക്കാൻ വന്ന 2 വിദ്യാർത്ഥികൾ, 2 അല്ല ഒത്തിരി പേരുണ്ട്. ഈ വർഷം വന്ന 2 പേരുടെ കാര്യമാണ്. ഒരാള് അപ്പൻ സുവിശേഷ വേലക്കാരനായിരുന്നു. അദ്ദേഹം ഭാര്യയെ വിട്ടിട്ട് വേറെ സ്ത്രീയുടെ കൂടെ പോയി കല്യാണം കഴിച്ച് തന്റെ കാര്യം നോക്കി. അമ്മ മറ്റൊരു കല്യാണം കഴിച്ചു പോയി. സഹോദരനുണ്ടായിരുന്നു. ഇദ്ദേഹം ബൈബിൾ കോളേജിലേക്ക് വരുന്നതിന്റെ 2 ദിവസം മുമ്പ് അവനും വിവാഹം കഴിച്ചു. ഈ പയ്യൻ സെമിനാരി വന്നവന് ഫീസ് അടയ്ക്കാനില്ല, സഹായിക്കാൻ ആരുമില്ല. ഞാന് കോളേജിൽ ചെല്ലുമ്പോഴല്ല ഈ ചെറുക്കൻ ഓടി വരും, സാറേ എന്തുകൊണ്ട് വിശേഷം? ഞാൻ വിചാരിച്ചു ഇവൻ ഇച്ചിരി അബ്നോർമൽ ആണല്ലോ, എന്താ ഇങ്ങനെ എപ്പോ വന്നാലും വന്ന് കൈ തരും. എന്റെ മകൻ അവിടെ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ അവന്റെ അടുക്കലാണ് ഈ പയ്യൻ ഈ കാര്യം പറയുന്നത്. സഹായിക്കാൻ ആരുമില്ല, അപ്പനില്ല, അമ്മയില്ല, ആരും ഇല്ലാത്തൊരു സഹോദരൻ. മറ്റൊരു ദൈവദാസന്റെ മകൻ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ ആ ദൈവദാസൻ മരിച്ചു. സ്വന്തമായി ഭവനമില്ല, ജീവിക്കാൻ മാർഗമില്ല. പക്ഷെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളി ലഭിച്ചപ്പോ ഒന്നും നോക്കാതെ വന്ന് പഠിക്കാൻ വന്നേക്കുവാ. ആര് സഹായിക്കും? വരവ് ചെലവ് കാര്യത്തിൽ നമ്മൾ ആമേൻ കൂട്ടായ്മ കാണിച്ചാൽ കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നമുക്ക് പകരം അധ്വാനിക്കാൻ ചിലരെ എക്യുപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പൗലോസ് പറയുകയാണ്, നിങ്ങള് കൂട്ടായ്മ കാണിച്ചു, എന്റെ ബുദ്ധിമുട്ട് തീർക്കാനായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു. ഏറ്റവും അവസാനം 19-ാമത്തെ വാക്യം അവരോട് പൗലോസ് പറയാണ്. ആരോട്? ഞെരുക്കത്തിലിരുന്ന, ബുദ്ധിമുട്ടിലിരുന്ന ദൈവദാസന് വരവ് ചെലവ് കാര്യത്തിൽ കൂട്ടായ്മ കാണിച്ചവരോട് പൗലോസ് പറയുകയാണ്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ദൈവമക്കളെ, അവൻ ആർക്കും കടക്കാരനല്ല. ഞാനും നിങ്ങളും ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതിഫലം തരാൻ ദൈവം വിശ്വസ്തനും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ സെമിനാരി പഠിക്കുമ്പോഴും എന്റെ അപ്പൻ വിശ്വാസിയല്ല. പക്ഷേ വിശ്വാസിയല്ലാത്ത എന്റെ അപ്പൻ 2 ദൈവദാസന്മാർ വീട് വയ്ക്കുമ്പോ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തടി ഫ്രീ ആയി വെട്ടിക്കൊടുത്ത് അവരെ സഹായിച്ചു. എന്റെ അപ്പൻ 2 ദൈവദാസന്മാർക്ക് വീടിനുള്ള കട്ടളയ്ക്കും ജനലിനുമുള്ള തടി കൊടുത്തതേ ഉള്ളൂ. ദൈവം ആർക്കും കടക്കാരനല്ല. സമയമായപ്പോ ദൈവം എനിക്ക് തന്നത് കട്ടളയും ജനലുമല്ല, ഒരു വീട് മുഴുവനായി സൗജന്യമായി തരാനിടയായി തീർന്നു. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ വീട് 1 രൂപ പോലും ഞാൻ മുടക്കാതെ ദൈവദാസന് സുവിശേഷ വേല ചെയ്തതിന്റെ പ്രതിഫലമായി കർത്താവ് തരുന്നതാണ് എന്ന് പറഞ്ഞ് മുഴുവൻ പണവും ചെലവിട്ട് ഒരാൾ ഫ്രീ ആയി ഉണ്ടാക്കി തന്ന വീട്ടിനകത്തിരുന്നോണ്ടാണ് ഞാനിത് പറയുന്നത്. ദൈവമക്കളെ, നമ്മൾ വിതച്ചാൽ നമ്മുടെ തലമുറകൾ കൊയ്യും. അതുകൊണ്ട് ഔദാര്യമായി കൊടുക്കുന്നവനെ ഔദാര്യമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാനിത് പറയുന്നത് ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയിലെ സഭ അതിനൊരു മാതൃകയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് കർത്താവിന് വേണ്ടി നന്നായി കൊടുക്കാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ആമേൻ നന്നായി വിതയ്ക്കാൻ ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവം കർത്താവിന്റെ വരവിന് വേണ്ടി സന്തോഷമുള്ളവരായി വിശ്വസ്തയോടെ ഒരുങ്ങാൻ നമുക്ക് എല്ലാവർക്കും സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുവാൻ ആമേൻ അവന്റെ വ്യാപാര ശക്തി കൊണ്ട് കഴിയുന്ന ദൈവമാണ്. അതുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഇങ്ങനെ അവസരം ഒരുക്കിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു മായാലിൽ ആമേൻ തന്റെ കുടുംബം
പ്രിയ ഷിബിൻ, ദൈവസഭ എല്ലാവരോടും ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.